സോഷ്യൽ മീഡിയ സർ അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏത് രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എന്റെ വ്യക്തിത്വത്തെ, ഞാൻ എന്റെ എന്ന് പറയുമ്പം അത് ഒരു വ്യക്തി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അങ്ങ് ദയവായിട്ട് ആ പോസ്റ്റർ അവിടെ ടേബിൾ ചെയ്തോളൂ. ഇവിടെ നിയമസഭയുടെ ഉദ്യോഗസ്ഥർ അത് വന്ന് വാങ്ങും. ഇവിടുന്ന് തന്നെ സൈബർ പോലീസിന് നമ്മളത് കൊടുക്കുകയും. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം ഞാൻ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അതിന് അന്വേഷിക്കാനുള്ള ഓർഡർ എടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സർ, ഇത് എന്റെ മാത്രം വിഷയമല്ല. ഞാൻ പറയുന്നത് സഭയുടെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആവരുത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായിട്ട്, അത് പൊതുമേഖലയിലാണെങ്കിലും ഡിജിറ്റൽ മേഖലയിലാണെങ്കിലും ഇടപെടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള ഇടമുണ്ടാകണം. അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമയം ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള സൈബർ കേസുകളുടെ പിന്നാലെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ദയവായിട്ട് ശ്രമിക്കണം എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മുടക്കോഴി മലയിൽ കയറിയിട്ട് ഒഞ്ചിയത്തിൻ്റെ മണ്ണിൽ TP ചന്ദ്രശേഖരനെ വെട്ടിവീഴ്ത്തിയ CPMന്റെ ക്രിമിനൽ കൊട്ടേഷൻ സംഘത്തെ തൂക്കിയെടുത്ത ആഭ്യന്തരമന്ത്രിയാണ് ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കർ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാ അല്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കേരളത്തിന് സ്പീക്കറായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ കാര്യമായിട്ട് മനസ്സിലാകാത്ത ആളുകൾ ഇങ്ങനെ ഞെട്ടി ഒന്ന് ചുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തുച്ഛമായ ദിവസം കൊണ്ട് എന്താണ് സ്പീക്കറുടെ പണി, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അദ്ദേഹം നമ്മുടെ മുന്നിൽ കാണിച്ചു. ഇപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം, തനിക്കെതിരെ ഉയർത്തിയ ഒരു വ്യാജ പ്രചരണം അത് ടേബിളിന് മുകളിൽ വെക്കാനും അതിന് മുകളിൽ സഭയുടെ സ്പീക്കർ എന്നുള്ള രീതിയിൽ സൈബർ പോലീസിനെ കൊണ്ട് ഇതിലേക്ക് ഇടപെടുത്താനും കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം നടത്തിയ ഇടപെടൽ, വിത്തിൻ സെക്കൻഡ് അദ്ദേഹം നടത്തിയ ഇടപെടൽ, ആ ഇടപെടലിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ഇത് പറയുമ്പോഴും ഫാത്തിമ ദഹ്ലിയ എന്ന് പറയുന്ന യുവതി നേരിട്ടത് അതിക്രൂരമായ, അതിദാരുണമായ, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും, നിങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീ, അത് അമ്മയുടെ രൂപത്തിലാവാം, ഭാര്യയുടെ രൂപത്തിലാവാം, മകളുടെ രൂപത്തിലാവാം, സഹോദരിയുടെ രൂപത്തിലാവാം, അങ്ങനെ പല രീതിയിലും ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. പറയുന്ന എനിക്കാണെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും ഏതെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാകും അല്ലേ? ഒന്നല്ല ഒന്നിലധികം ഉണ്ടാകും. അമ്മയുണ്ടാകും, ഭാര്യയുണ്ടാകും, മകളുണ്ടാകും, സഹോദരി ഉണ്ടാകും. നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാവരും ഉണ്ട്, ഒന്നല്ല പല രൂപത്തിൽ. എന്നിട്ട് ഈ പറയുന്ന ഫാത്തിമ ദഹ്ലിയ എന്ന് പറയുന്ന യുവതിയോട് കാണിച്ചത് CPMന്റെ ക്രിമിനൽ ക്രൂരന്മാർ, കപാലികന്മാർ, ക്രിമികീടങ്ങൾ. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയ അതേ വ്യക്തികൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയാണെന്ന് പാണക്കാട്ട് നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങള് പ്രഖ്യാപിക്കുമ്പോൾ ആ നിമിഷം മുതൽ തുടങ്ങിയതാണ് ഈ യുവതിക്ക് നേരെയുള്ള, ഈ പെൺകുട്ടിക്ക് നേരെയുള്ള അതിക്രമം. ആ സെക്കൻഡ് മുതൽ തുടങ്ങിയതാണ്. ഒരു ദയവുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ, സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 2025 ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷയുടെ ഹോൾസെയിൽ കച്ചവടക്കാരായിരുന്നു ഈ പറയുന്ന കൃമികീടങ്ങൾ. അവരുടെ രാജാക്കന്മാര്, പിണറായി വിജയനടക്കം സ്ത്രീ സുരക്ഷയുടെ ഹോൾസെയിൽ ഡീലർമാര് അല്ലേ? അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ പരാതികൾ ഉണ്ടാക്കി, വ്യാജ ഇരകളെ ഇറക്കി, വ്യാജ പരാതികളുടെ പുറത്ത് കേരളത്തിലെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ, സഹോദരിമാരുടെയൊക്കെ ഹോൾസെയിൽ സംരക്ഷകരായിരുന്നു ഇവരൊക്കെ. ഇതേ ആളുകൾ തന്നെയാണ് ഫാത്തിമ തെഹ്ലിയക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഓർക്കണം, ഒരു സ്ത്രീയാണ്, ഒരു യുവതിയാണെന്നുള്ള ഒരു പരിഗണനയും നൽകാതെ കേട്ടാൽ അറക്കുന്ന, പൊതുമധ്യത്തിൽ പറയാൻ പോലും സാധിക്കാത്ത, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, ഫാത്തിമ തെഹ്ലിയയുടെ കമന്റ് ബോക്സിൽ വന്ന ഓരോ വാക്കുകളും ഒരു മനുഷ്യൻ, സ്ത്രീയൊന്നാവണ്ടോ, ഒരു മനുഷ്യനെതിരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം വാക്കുകൾ. ഇവരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ സംരക്ഷണതയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് ഏറ്റെടുത്ത് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കാട്ടിക്കൂട്ടലുകൾ നടത്തിയവര്. ആളുകൾ തന്നെയാണ് ഈ യുവതിയെയും വലിച്ചു കീറുന്നത്. ആ കമന്റുകൾ വായിക്കാൻ പോലും എനിക്ക് ലജ്ജയല്ല, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. അത്രമാത്രം അധിക്ഷേപങ്ങളുടെ പ്രസരിപ്പാണ് അതിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, പേരാമ്പ്രയിൽ TP രാമകൃഷ്ണന്റെ ചെകിട അടിച്ച് പൊട്ടിച്ചപ്പോ, തോറ്റ് തുന്നം പാറിയപ്പോൾ, നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവരുടെ LDFന്റെ കൺവീനറാ, ആ കൺവീനർ തോറ്റ് തുന്നം പാറി. എല്ലാ കളിക്കാവുന്ന എല്ലാ നെറികെട്ട കളികളും പേരാമ്പ്രയിൽ കളിച്ചു, എന്നിട്ടും രക്ഷയുണ്ടായില്ല. ആ കിട്ടിയ അടി, കരണം പുകച്ചുള്ള അടി, അത് ഇപ്പോഴും സഖാക്കളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. ആരാ അടിച്ചത്? പേരാമ്പ്രയിലെ ജനം. എന്തിനാ അടിച്ചത്? ഇവര് കാണിച്ച തമ്മാടിത്തരത്തിന് കൊടുത്തു, കരണം പുകച്ചു കൊടുത്തു. ഇപ്പോഴും ഈ കാതിലൂടെ കീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാ. അടിയുടെ പ്രഹരം, ആ ഒരു മുഴക്കം ഇപ്പോഴും ഇപ്പുറത്തെ കാതിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ മൂലം കടച്ചിലാണ് ഈ സഖാക്കൾക്ക്. മനസ്സിലായില്ലേ? വിഷമവും വേദനയൊക്കെ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് തോറ്റ, അതൊന്നും ഇല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു യുവതിക്ക് നേരെ നടത്താവുന്നതിൻ്റെ അങ്ങേയറ്റം, സൈബർ അറ്റാക്കിൻ്റെ അങ്ങേയറ്റം, അതാണ് ഈ കൃമികീടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും വലിയ ഇടപെടൽ എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ, സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ അദ്ദേഹം നടത്തിയ ആ ഒരു ഇടപെടൽ, ഈ കാര്യത്തെ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് നേരിടണമെന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന നമുക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാവാം, എതിർ സ്വരങ്ങൾ ഉണ്ടാവാം, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലെവല് വേണം അല്ലേ? ആർക്കും ആരെയും വിമർശിക്കാം, വിമർശിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പച്ച നുണ വിളിച്ചു പറഞ്ഞുകൊണ്ടാവരുത്, അതാണ് പ്രശ്നം. വ്യാജങ്ങൾ കെട്ടിപ്പടുത്തിക്കൊണ്ട് ഒരാളെ തകർക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കരുത്. യാഥാർത്ഥ്യങ്ങൾക്ക് മുകളിൽ എന്ത് വിമർശനങ്ങളും ആവാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ തകർക്കാനും തളർത്താനും കഴിയാതെ വരുമ്പോൾ പച്ച നുണകൾ പടച്ചു വിട്ടുകൊണ്ടും അധിക്ഷേപങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിക്കൊണ്ടും ആവരുത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. മനസ്സിലായില്ല? അത് കൃത്യമായ നടപടി, വളരെ വളരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം. അതുണ്ടായാലേ ഇതിന് തടയിടാൻ കഴിയുള്ളൂ. കാരണം അതില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം,
ഇവരത് തടയിടാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ ശിക്ഷിക്കണം. എത്രയൊക്കെ മാതൃകാപരമായി ശിക്ഷിച്ചാലും സഖാക്കളുടെ ഈ നായയുടെ വാല് പോലെയാ, അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. കാരണം പാഠം ഉൾക്കൊള്ളേണ്ടവരാണെങ്കിൽ വടകരയിൽ KK ശൈലജ എന്ന ഫ്രോഡിനെ വിജയിപ്പിക്കാൻ വേണ്ടി കളിച്ച നാണംകെട്ട നെറികെട്ട കളികൾ, ആ കളികളിൽ നിന്ന് ഇവറ്റുകൾ പാഠം ഉൾക്കൊള്ളണമായിരുന്നു. പഠിച്ചില്ല. അതേ കളി പേരാമ്പ്രയിലും കളിച്ചു. ഷാഫിയെ വർഗീയവാദിയാക്കാൻ കളിച്ച അതേ കളി ഫാത്തിമ തെഹ്ലിയെയും വർഗീയവാദിയാക്കാൻ പല കളികളും കളിച്ചു. അതും ഏക്കാതെ വന്നപ്പോഴാണ് ഈ ലൈംഗിക അധിക്ഷേപങ്ങളുമായി ഇറങ്ങിത്തിരിച്ചത്. കാരണം ഒരു സ്ത്രീയാണല്ലോ, സഹിക്കുന്നതിനൊരു ലിമിറ്റുണ്ടല്ലോ. അധിക്ഷേപിച്ച് അവരെ പിന്തിരിപ്പിക്കാമെന്ന് കരുതി. അതാണ് ഇവരുടെ പണി. അങ്ങനെയാണല്ലോ സഖാക്കളുടെ പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പാരമ്പര്യമായിട്ട് രാഷ്ട്രീയ എതിരാളിയെ രാഷ്ട്രീയപരമായി, ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ അവസാന ആവനാഴിയിൽ അവസാന ആയുധം എടുക്കും. എന്താണത്? അത് ലൈംഗികതയാ, അത് പൈങ്കിളി കഥകളാ, അത് ഇക്കിളി കഥകളാ, അത് അധിക്ഷേപമാ, അത് പരിഹാസമാ, അത് ആക്രമണമാ, വ്യക്തിഹത്യയാ. ഇതൊക്കെ നടത്തിയിട്ട് നേരിടുക, അത് ഇവരുടെ അവസാന പാരമ്പര്യമായിട്ടുള്ള ഏർപ്പാടാണ്. കാരണം എന്താ? ഇവർക്ക് പറയാൻ ആശയവും പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയമൊന്നുമില്ല. ഉള്ളതത്രയും അധിക്ഷേപങ്ങളുടെ, അക്രമങ്ങളുടെ, വ്യക്തിഹത്യയുടെ, ലൈംഗികതയുടെ, പൈങ്കിളിക്കഥയുടെ, സെക്സിൻ്റെ, കാമത്തിൻ്റെയൊക്കെ കഥകളാണ്. ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാ. TPയെ വെട്ടിവീഴ്ത്തിയതും അതേ രീതിയിലാണ്. TPയെ ആശയപരമായി നേരിടാൻ കഴിയാതെ വന്നപ്പോഴാണ് TPയെ വെട്ടിവീഴ്ത്തിയത്. അത് ഇവരുടെ സ്ഥിരം ഒരു ഏർപ്പാടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഇടപെടൽ ഫാത്തിമ തെഹ്ലിയ ഇത് നിയമസഭയിൽ തന്നെയാണ് ഇത് ഉന്നയിക്കേണ്ടിയിരുന്നത്. കൃത്യമായിട്ട് തനിക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. സ്പീക്കറുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഇടപെടൽ അത് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ യുവതി ഇത് നേരിടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ അധിക്ഷേപം അത് പേരാമ്പ്രയിൽ വന്നിറങ്ങിയ ആ നിമിഷം മുതൽ ആ യുവതി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പരിഗണന, സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. മറ്റെന്തും നമുക്ക് സഹിക്കാം. ഒരു സ്ത്രീക്ക് നേരെ നടത്തുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത് ഇവന്മാരെ എന്നുള്ളതാണ്.